ഹലോ നമസ്കാരം, എല്ലാവർക്കും 777 ജാക്ക് ജോൺസിന്റെ പുതിയ കാഴ്ചകളിലേക്ക് സ്വാഗതം. കൊച്ചിയിലെ ഇലക്ട്രിക് വാട്ടർ മെട്രോ ഉല്ലാസയാത്രയ്ക്ക് വേണ്ടിയിട്ട് തൃശ്ശൂരിൽ നിന്നും കുടുംബസമേതം എത്തിയതായിരുന്നു ഞങ്ങള്. അതിവേഗം ഒരു കരയിൽ നിന്നും മറ്റു കരയിലേക്ക് എത്തുന്നത് പോലെ തന്നെ ഞങ്ങളുടെ ആ ഉല്ലാസയാത്രയും അതിവേഗം തന്നെ അവസാനിച്ചു. മോർണിംഗിൽ തന്നെ കൊച്ചിക്കായലിലെ പര്യടനം കഴിഞ്ഞുകൊണ്ട് ഇനി എന്ത് ചെയ്യും എന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് അടുത്ത ട്രിപ്പ് മൂന്നാറിലേക്കായാലോ എന്നൊരു ആലോചന. എന്നാൽ പിന്നെ മൂന്നാറിലേക്ക് തന്നെ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇവിടെ ഇതാ മനുഷ്യനോട് ഏറ്റവും അധികം സോഷ്യലായിട്ട് പെരുമാറാൻ കഴിയുന്ന നമ്മുടെ കുരങ്ങൻകുട്ടന്മാര് മൂന്നാറിലേക്ക് വെൽക്കം പറഞ്ഞിരിപ്പുണ്ട്. ഇവിടെ നിന്ന് അങ്ങോട്ട് ഹൈ റേഞ്ച് യാത്ര തുടങ്ങി ഏകദേശം 1600 മീറ്റർ സീ ലെവലിന് മുകളിലായിട്ട് സ്ഥിതി ചെയ്യുന്ന മൂന്നാറിലേക്ക്. ഒട്ടുമിക്ക മലയാളികളും ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുമ്പോൾ ആദ്യം തന്നെ തിരഞ്ഞെടുക്കാൻ ഇടയുള്ള ഒരിടം, പോപ്പുലർ ആയിട്ടുള്ള ഒരു ഹണിമൂൺ ഡെസ്റ്റിനേഷൻ കൂടിയായിട്ടുള്ള മൂന്നാറിലേക്ക് സഞ്ചാരികളുടെ തിരക്കാണ്, അതും സീസൺ പോലും നോക്കാതെ. പണ്ടിവിടെ ബ്രിട്ടീഷ് കോളനൈസേഷനൊക്കെ ഉള്ള സമയത്ത് ബ്രിട്ടീഷുകാരുടെ ഒരു സമ്മർ റിസോർട്ട് കേന്ദ്രമായിരുന്നു മൂന്നാർ. അവരായിരുന്നല്ലോ അവിടെ ടീ പ്ലാന്റേഷൻസൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. മൂന്നാറിലേക്കുള്ള ഈ ഹൈവേയിലൂടെ യാത്ര ചെയ്യുമ്പോൾ തന്നെ ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്നല്ലേ, നല്ല അടിപൊളി ഘനഗംഭീരത്തോടെ പതഞ്ഞൊഴുകുന്ന വെള്ളച്ചാട്ടങ്ങൾ നമുക്ക് ഇവിടെ നിന്ന് ദൃശ്യമാകുന്നതാണ്. മൂന്നാറിലെത്തിയാലുള്ള കാഴ്ചകൾക്കും അപ്പുറം ഒരു കൂൾ ക്ലൈമറ്റിൽ ഒരു ലോങ് ഡ്രൈവ് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ആഗ്രഹത്തോടു കൂടിയായിരുന്നു കേട്ടോ ഈ ഒരു ട്രിപ്പ്. ഇപ്പോൾ നമ്മൾ ചീയപ്പാറ വാട്ടർഫാൾസിലെത്തി. കൊച്ചി മൂന്നാർ ഹൈവേയിൽ തന്നെ ആയതുകൊണ്ട് ആർക്കും ഈ ഒരു കാഴ്ച മിസ്സാവില്ല. അടിമാലിയിലാണ് ഈ ചീയപ്പാറ വാട്ടർഫാൾസ്. ഏകദേശം 1000 അടിക്ക് മുകളിൽ നിന്നാണ് ഈ വെള്ളം കുത്തിയൊലിച്ചൊഴുകുന്നത്. 7 തട്ടുകളിൽ തട്ടി ഒഴുകുന്നതാണ് ഈ ഒരു വാട്ടർഫാൾസിൻ്റെ പ്രത്യേകത. മൺസൂൺ സീസൺ അല്ലാത്തത് കൊണ്ട് ആ ഒരു കാഴ്ച വ്യക്തമായിട്ട് തന്നെ നമുക്ക് കാണാൻ കഴിയും. മൂന്നാറിലേക്കുള്ള വഴിയിലുള്ള പ്രത്യേകത എന്ന് പറയുന്നത് ഈ വെള്ളച്ചാട്ടങ്ങൾ കൂടിയാണ്. എങ്ങനെയാണ് മൂന്നാറിന് മൂന്നാർ എന്ന് പേര് വന്നതെന്ന് അറിയണ്ടേ? 3 ആറുകളായ മുതിരപ്പുഴ, തല്ലതണ്ണി, കുണ്ടള എന്നിവരുടെ സംഗമസ്ഥാനമാണ് മൂന്നാർ. കുറച്ചു ദൂരം പിന്നിടുമ്പോൾ തന്നെ നമുക്ക് പ്രകൃതിയുടെ അടുത്ത വിസ്മയം കാണാം. അതും മൂന്നാർ ട്രിപ്പിൽ വാളറ വാട്ടർഫാൾസ്. ചീയപ്പാറ വാട്ടർഫാൾസിനെ അപേക്ഷിച്ച് ഇത്തിരി ഒരു ഡിസ്റ്റന്റ് വ്യൂ ആണ് ഇവിടെ നിന്നും വാളറ വാട്ടർഫാൾസ് കാണുമ്പോൾ. അപ്പോൾ ഇവിടെ പുഴകൾക്കും വലിയ കുറവില്ല എന്നർത്ഥം.
സൗത്ത് ഇന്ത്യയിലെ തന്നെ കാശ്മീർ എന്ന് ചെല്ലപ്പേരിട്ട് വിളിക്കുന്ന ഇടുക്കിയിലെ ഈ ഒരു വിനോദസഞ്ചാര കേന്ദ്രത്തിലേക്ക് പോകുന്ന വഴിയിലുള്ള കാഴ്ചകളാണിതെല്ലാം. മൂന്നാറിലേക്കൊക്കെ യാത്ര പുറപ്പെടുമ്പോൾ യാത്രക്കാരെ ഇഷ്ടപ്പെടുന്നത് ഇത് തന്നെയാണ്, കോടമഞ്ഞ്. ഹൈ റേഞ്ച് കയറി തുടങ്ങുമ്പോഴേ ആ ഒരു കാലാവസ്ഥ വ്യത്യാസം നമുക്ക് ഫീൽ ചെയ്യും. പിന്നതേ ഈ കോടമഞ്ഞിൽ പൊതിഞ്ഞുള്ള ഒരു യാത്രയാണ്. ഇടതൂർന്ന വനമേഖലകളും അരുവികളും വിതുമ്പിയൊഴുകുന്ന ചോലകളും ആർത്തിരമ്പുന്ന വെള്ളച്ചാട്ടങ്ങളും മുഖം മറയ്ക്കും മഞ്ഞിലും മനം കവരുന്ന തേയിലത്തോട്ടങ്ങളും ഇളം കാറ്റിൽ ചേർത്ത് നടത്തുന്ന കുറേ പാതയോരങ്ങളും പച്ച പുതച്ചു നിൽക്കുന്ന പുൽമേടുകൾക്കും അപ്പുറം ഇനി എന്താണ് ഒരു ട്രാവലർക്ക് മൂന്നാർ സമ്മാനിക്കാനുള്ളത്? ഏകദേശം നട്ടുച്ച സമയമാണെന്ന് കണ്ടാ പറയില്ലല്ലേ. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സ്ഥലം മറ്റു സ്ഥലങ്ങളിൽ നിന്നും വ്യത്യസ്തമാകുന്നതും. മൂന്നാറിലാകട്ടെ ഇഷ്ടം പോലെ സ്ഥലങ്ങൾ കാണാനുണ്ട്. ഒരു സഞ്ചാരിക്ക് വേണ്ടതെല്ലാം തന്നെ മൂന്നാർ നൽകും. മഞ്ഞിൽ ആറടി നിൽക്കുന്ന മൂന്നാറിലെ താഴ്വരകൾക്ക് നീല പുതപ്പ് പുതയ്ക്കണമെങ്കിൽ നീലക്കുറിഞ്ഞിയുടെ ഭ്രാന്തമായ വിസ്മയം കൂടി വേണം. ആ കാഴ്ച എന്തായാലും ഞങ്ങൾക്ക് ഇപ്പോൾ കാണാൻ സാധിക്കില്ല. 12 വർഷത്തിൽ ഒരിക്കൽ മാത്രം പൂക്കുന്ന നീലക്കുറിഞ്ഞി കാണണമെങ്കിൽ നമ്മൾ ഇനിയും കാത്തിരിക്കണം. അപ്പോൾ 2030 മൂന്നാറിലേക്ക് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തോളൂ. അപ്പോഴാണ് ഇനി അടുത്തതായി നീലക്കുറിഞ്ഞി പൂക്കുന്നത്. എന്നാലും അടിച്ചു പൊളിച്ചൊരു യാത്ര, സ്പീഡ് കൊണ്ടല്ല മനസ്സുകൊണ്ട്. എന്തായാലും നമ്മളിനി അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു റെസ്റ്റ് ആവാം അല്ലേ. അങ്ങനെ നമ്മൾ ഹോട്ടലിലെത്തി ഒന്ന് ഫ്രഷ് ആയതിനു ശേഷം ഒരു ഡ്രൈവിന് ഇറങ്ങിയതാണ്. പ്രത്യേകിച്ച് ലക്ഷ്യമൊന്നുമില്ല. മഞ്ഞ് പെയ്യുന്ന ഇടവഴികളിലൂടെ ഒന്ന് സഞ്ചരിക്കണം. പറ്റുമെങ്കിൽ കോടമഞ്ഞ് പുതച്ച് ഒരു ഈവനിങ് ടൈം സ്പെൻഡ് ചെയ്യണം. അത്രേ ഉള്ളൂ. അല്പം ദൂരം സഞ്ചരിച്ചെങ്കിലും ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരിടം കിട്ടി. സ്ഥലം ഏതാണെന്നൊന്നും അറിയൊന്നുമില്ല. എന്തായാലും മഞ്ഞുണ്ട്, അത്യാവശ്യം ചെറിയ മഴയുണ്ട്, തേയിലത്തോട്ടമുണ്ട്, കാറ്റാടി മരങ്ങളുണ്ട്, അത്യാവശ്യം വ്യൂ ഉണ്ട്. ഇതൊക്കെ പോരെ ഒരു ഈവനിങ് സ്പെൻഡ് ചെയ്യാനായിട്ട്.
ഏതൊരു ഹിൽ സ്റ്റേഷനിൽ എന്ന പോലെ ഈ ഒരിടത്തും ഒരുപാട് സഞ്ചാരികളുടെ മനം കവർന്ന കാലടികൾ പതിഞ്ഞ ഓരോ വഴിയിലൂടെയും വീണ്ടും വീണ്ടും ഇനിയും ഈ പ്രകൃതി നമ്മളെ ഓരോരുത്തരെയും കൈപിടിച്ച് നടത്തും എന്നതിൽ സംശയമില്ല. ഈ ചെറിയ ചാറ്റൽ മഴയും മഞ്ഞും ഒക്കെ കൊള്ളാം. ചെറിയ നനവുള്ള പ്രദേശം ആയതുകൊണ്ട് തന്നെ അട്ടയുടെ ആക്രമണം നമുക്ക് പ്രതീക്ഷിക്കാവുന്നതേ ഉള്ളൂ. ഈ അട്ടയുടെ കടി ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുക്കുന്നവരൊക്കെ ആണെങ്കിൽ ഇവിടെ നല്ല എൻജോയ്മെന്റ് ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. എന്തായാലും ഇവിടെ വരെ വന്നതല്ലേ. മൂന്നാറിലെ മഞ്ഞും മഴയും തണുപ്പും പിന്നെ കോടയും ഒന്നും കുറച്ചു നേരം ഒന്ന് നിന്ന് ആസ്വദിക്കാതെ വണ്ടിയിൽ കയറൂല എന്നും പറഞ്ഞായിരുന്നു അപ്പനും മക്കളും. അങ്ങനെ പാതിരാത്രി വരെ നിന്ന് അത്യാവശ്യമൊക്കെ മഞ്ഞുണ്ടു. ഇനി നമുക്ക് തിരിച്ച് ഹോട്ടലിലേക്ക് പോയാലോ. മൂന്നാർ എപ്പോഴും ഒരു മിസ്റ്ററി തന്നെയാണ്. അവർണ്ണനീയമായ കാഴ്ചകൾ ഇനിയും നമ്മളെ കാത്തിരിപ്പുണ്ട്. ചെറിയ ചെറിയ കാഴ്ചകളും വലിയ സന്തോഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരയ്ക്കും സൈനിങ് ഓഫ് 777 @ ജാക്ക് ജോൺസ്.